അപ്പൊ പതിവ് പോലെ രാവിലെ തന്നെ കിച്ചണിലുള്ള ഓട്ടപ്പാച്ചിലൊക്കെയാണ്. അപ്പൊ കല്യാണിക്കുട്ടിക്ക് 2 ദിവസം മുൻപ് മറ്റേ കോഴിക്കോട്ടയില് മറ്റേ അവിലൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾക്ക് ഇന്നും സ്കൂളിലേക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ചേട്ടനുണ്ട് കേട്ടോ. ചേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ട കാരണം ചേട്ടനുണ്ട്. അപ്പൊ അത് കാരണമാണ് എന്റെ കുളിയൊന്നും കഴിയാണ്ട് നിൽക്കുന്നത്, കണ്ണൻകുട്ടിയും കുളിക്കാണ്ടൊക്കെ ഇരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാന്നൊക്കെ കരുതി. സ്കൂളിൽ പോകണമെങ്കിൽ പിന്നെ എന്തായാലും രാവിലെ തന്നെ കുളിക്കുമല്ലോ. അപ്പൊ വേഗം കല്യാണിക്കുട്ടിനെ റെഡി ആക്കിയിട്ട് അവൾക്ക് മറ്റേ കോഴിക്കോട്ട കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പൊ അത് വേഗം കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചു നേരം കണ്ണൻകുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നോട്ടെ. എനിക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റാറില്ല. ഇന്നിപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നാക്കി കൊടുക്കുമല്ലോ എന്ന ധൈര്യത്തിലൊക്കെ ഞാനിങ്ങനെ വന്നിരുന്നു. അപ്പോൾ കല്യാണി വന്ന് കുഴപ്പമില്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ. അതിനിടയിൽ എന്തോ ഒരു തമാശ ഉണ്ടായിട്ടോ. അതാണ് ഞങ്ങൾ ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താണെന്ന് കല്യാണിനോട് തന്നെ ചോദിക്കുന്നത്. ഈ സീൻ കാണിച്ചു കൊടുത്തത് കല്യാണിനോട് ചോദിച്ചാൽ കല്യാണി പറയും അതായിരുന്നു അമ്മ നമ്മൾ ചിരിച്ചത് എന്നൊക്കെ ചിലപ്പോൾ പറയും കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയും ചിരിച്ചൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണിക്കുട്ടീനെ വിട്ടു, ചേട്ടൻ്റെ കൂടെ വിട്ടിട്ട് ഞാൻ പിന്നെ കുളിച്ചിട്ടില്ലല്ലോ. എനിക്ക് എന്തായാലും 2 കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. ഈ കൊറിയർ ചെയ്യാനായിട്ട് കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മളന്ന് വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറേ ബോക്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കാർഡ്ബോർഡിൻ്റെ ബോക്സുകളെ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് ഞാൻ ആക്രിക്കാർക്ക് കൊടുത്തില്ല, കാരണം എനിക്ക് ഈ സാധനങ്ങളൊക്കെ ആവശ്യം വരും, കാർഡ്ബോർഡ് ബോക്സുകൾ ആവശ്യം വരില്ല നമ്മുടെ നെറ്റിപ്പെട്ടൊക്കെ കൊറിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ബാക്ക് സൈഡിൽ ഷീറ്റ് അടിച്ചു കൊടുത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കുറേ കെട്ടിയൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതാക്കി ആക്കുമ്പോഴേക്കും ഞാൻ ആകെ ഒരു മുഷിയും, അല്ലെങ്കിൽ ഒരു വയർക്കൊക്കെ ചെയ്യും. എനിക്ക് കുളി കഴിഞ്ഞാൽ അങ്ങനെ വയർക്കുന്നതൊന്നും ഇഷ്ടമല്ല. കുറേ പണികളൊക്കെ ഞാൻ മുന്നേ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആലവട്ടം അതുപോലെ ഒരു നെറ്റിപ്പട്ടമാണ് കേട്ടോ എനിക്ക് കൊറിയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഞാൻ വേഗം കുളിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണം മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ആ കൊറിയർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിനിടയിലാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും ഈ കണ്ണന് പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം കുക്കറിൽ പഴം പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ. കുക്കറിൽ വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നല്ലപോലെ ഉടയണം. എന്നിട്ടാണ് ചിലപ്പോൾ ഞാൻ കൈ കൊണ്ട് ഉടച്ച് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കും. എന്നാലും നല്ലോണം ഉടഞ്ഞിട്ടാണ് അവന് ഇഷ്ടമുള്ളൂ. അതിന് ആലവട്ടത്തിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാനൊരു നെറ്റിപ്പട്ട എടുത്ത് വെച്ചു. ആ നെറ്റിപ്പട്ടത്തിൻ്റെ കുഞ്ചലും കൂടി കെട്ടാനുണ്ടായിരുന്നു. ഒരു 3 അടിയുടെ നെറ്റിപ്പട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം കുഞ്ചലും കൂടെ കെട്ടിയിട്ട് അതും കൊറിയർ ചെയ്യാനൊക്കെ കുറേ പാക്കൊക്കെ ചെയ്തൊക്കെ വെച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൻകുട്ടിക്ക് ഇതൊക്കെ കൊണ്ടുവന്നൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ കൊറിയർ ചെയ്യുള്ളൂ. ഞാൻ ചോദിക്കും കണ്ണാ എങ്ങനെയുണ്ട്, കൊള്ളാമോ, കുഴപ്പമില്ലല്ലോ, ആരും കുറ്റമൊന്നും പറയില്ലല്ലോ എന്നൊക്കെ അവനോട് ഞാൻ ചോദിക്കട്ടോ. അപ്പോൾ ആൾ ചിലപ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ ഒന്ന് കാണിക്കും. അപ്പോൾ അത് കാണണം എനിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ണനെ ചെയറിലൊക്കെ ഇരുത്തിട്ട് വെറുതെ വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം കുറേ പട്ടിഷയൊക്കെ കാണിച്ച് നിന്നു.